ഈ ബുറൈദയിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്കൊക്കെ വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കും. കാരണം ഞാൻ ഈ വിസിറ്റ് ചെയ്ത ഒരു സ്ഥലം മതി കേട്ടോ നിങ്ങൾക്ക് എല്ലാം കിട്ടിയതുപോലെ തോന്നുന്ന ഒരു സ്ഥലം. ഇപ്പം നിങ്ങൾക്ക് ബീച്ച് വൈബ് വേണമെന്നാണെങ്കിൽ ബീച്ച് വൈബ് ഉണ്ട്. ഇനി അതല്ല എസ്തെറ്റിക് കഫേസ് നോക്കി നടക്കുന്നവരാണെങ്കിൽ അതും അവിടെ ഉണ്ട്. ഇനി അതല്ല ചെറിയ രീതിക്ക് ഒരു വാട്ടർഫോളൊക്കെ ആസ്വദിച്ച് ഇരിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതും ഉണ്ട്. ഇനി അതൊന്നുമല്ല ഒരു അടിപൊളി ഒരു ചില്ലായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ മക്കളായിട്ട് എൻജോയ് ചെയ്ത് അവിടെ കുത്തിരിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ ഇൻ ബുറൈദാണ്. അപ്പോൾ ബുറൈദയിലുള്ളവരാണ് നിങ്ങളെന്നാണെങ്കിൽ ഈ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഗോൾഡൻ ഹിൽസ്. ഇതിപ്പോൾ റിനോവേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിന്റെ ന്യൂ വേർഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എൻട്രി ഫീസ് ഉണ്ടോ, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരോടും കൂടിയാണ് അവിടെ എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മൾ അവിടെ ഒരു അടിപൊളി കഫേയിൽ കയറിയിട്ട് ഒരു പിസയും അതേപോലെ ഒരു കറക്റ്റ് ചായയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ ഭയങ്കര ഹൈ പ്രൈസ് ഒന്നും അല്ല കേട്ടോ. ഇനി അത് വിചാരിച്ച് ആരും കഫേയിലോ അല്ലെങ്കിൽ മറ്റോ റെസ്റ്റോറൻറ്റ്സിലൊന്നും കയറാണ്ടിരിക്കേണ്ട. നോർമൽ പ്രൈസേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പിസയൊക്കെ തട്ടി നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇനിയും ഗോൾഡൻ ഹിൽസ് വിസിറ്റ് ചെയ്യാത്തവരാണ് നമ്മൾ ബുറൈദയിലുള്ളവരെന്നാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണേ. ഗൂഗിൾ മാപ്പിൽ ഗോൾഡൻ ഹിൽസ് ഒന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.